ലിറ്റിൽ ഹാർട്ട്സ് ബിസ്ക്കറ്റ് എനിക്ക് ഇഷ്ടമാണ്. ലിറ്റിൽ ഹാർട്ട് സിനിമ എനിക്ക് ഇഷ്ടമാണോ അല്ലേ ചോദിച്ചാൽ ഉർവശി എന്നാണ് എന്റെ ആൻസർ. ഇന്നത്തെ കാലത്ത് നിലപാടുള്ളവരൊക്കെ അങ്ങനെയുണ്ട്. ചായയാണോ കാപ്പിയാണോ വേണ്ടത് ചോദിച്ചാൽ ഉർവശി എന്ന് പറയും. സോ PSC കൗൺസിലിനോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നൺ ഓഫ് ദീസിന് വരെ ഉർവശി എന്നൊരു ഓപ്ഷൻ കൊണ്ടുവരാം. ഇതൊരു അഭ്യർത്ഥനയാണ്. സോ ലിറ്റിൽ ഹാർട്ട് സിനിമ ഒരു അച്ഛന്റെയും മകന്റെയും കഥ പറയുന്ന സിനിമയാണ്, നാട്ടിൻപുറത്തെ കഥ പറയുന്ന സിനിമയാണ്. ഷെയ്ൻ നിഗം ഈ സിനിമയത്തെ ഏറ്റവും വലിയൊരു മിസ്കാസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ പെർഫോമൻസ് ECG ഗ്രാഫ് പോലെ, ഒരു സെക്കൻഡ് പൊന്തും ഒരു സെക്കൻഡ് താഴെ, ഒരു സെക്കൻഡ് പൊന്തും ഒരു സെക്കൻഡ് താഴെ. അത് മാസ് കാണിക്കുന്ന ചില സീൻസ് ഉണ്ട്. ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഇങ്ങനെ കൈ വെച്ച മാസാണ് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. കണ്ടാൽ ശരിക്കും കോമാളിത്തരായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ മഹിമാൻ നമ്പ്യാർ, ആള് നമ്മുടെ രശ്മിക മന്ദാനിക്ക് PhD ചെയ്യാന്ന് തോന്നുന്നു. ക്യൂട്ട്നെസ് എങ്ങനെ വാരി പെത്തറാം, എങ്ങനെ നാഷണൽ ക്രഷ് ആവാന്നൊക്കെ. സോ ഇവര് രണ്ടുപേരും ഒരു കോംബോ ഉണ്ട്. വെറുപ്പിക്കല് പറഞ്ഞ എക്സ്ട്രീം വെറുപ്പിക്കലായിരുന്നു. സോ ബാബുരാജും വേറൊരു ചേച്ചിയും തമ്മിലൊരു കോംബോ ഉണ്ട്. അത് പിന്നെയും നല്ലതായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മുങ്ങാമോണ ടൈറ്റാനിക്കിൽ എന്ത് പെയിന്റ് അടിച്ചിട്ട് എന്താ കാര്യം. അടുത്തത് നമ്മുടെ ഷൈൻ ടോം ചാക്കോ, 2 ഡയലോഗ് എന്താ ആൾക്ക് പറയാനുള്ളൂ. പക്ഷെ ഇതില് സബ് ടൈറ്റിൽ ഇല്ല.